മലയാള സിനിമയിൽ നിന്ന് 2024 വിടവാങ്ങുന്നത് ശരിക്കും സൂപ്പർ ഹിറ്റുകൾ മാത്രം നൽകിയാണ്. ഈ പറയുന്നത് മുഴുവൻ സിനിമകളുടെ കണക്കല്ല കേട്ടോ. ശരിക്കും മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിച്ച വർഷം തന്നെയാണ് കടന്നു പോകുന്നത്. അതായത് 2024 തിയേറ്റർ ഹൗസ്ഫുള്ളാക്കി നിരവധി മലയാള ചിത്രങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞാൽ മത്സരം തന്നെയായിരുന്നു കണ്ടത്. അതിൽ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ARM, ഉള്ളൊഴുക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമ ലോകമെമ്പാടും വാഴ്ത്തപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. വേറിട്ട കഥകളിലൂടെയും അവതരണത്തിലൂടെയും പേരെടുത്ത ബെസ്റ്റ് മലയാളം സിനിമകളുടെ കാലം തന്നെയായിരുന്നു 2024. അതായത് ഈ വർഷം മലയാള സിനിമയ്ക്ക് ശുക്രദശ തന്നെയായിരുന്നു. മറ്റ് ഭാഷകളിലെ സിനിമാ പ്രേമികളിലേക്ക് മലയാള സിനിമ എത്തപ്പെട്ടു. ഈ വർഷം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നല്ല സിനിമകൾ എന്നും സിനിമാ പ്രേമികൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിൽ വ്യത്യസ്തമായ വികാരങ്ങൾ പ്രേക്ഷകന് സമ്മാനിച്ച കുറച്ച് സിനിമകളുടെ അഭിപ്രായമാണ് പറയുന്നത്. ഈ വർഷം ബോക്സ് ഓഫീസിൽ ഹിറ്റായ ചിത്രമാണ് പ്രേമലു. തിയേറ്ററിൽ കുടുകുടാ ചിരിപ്പിച്ച സിനിമ. യുവതാരങ്ങളായ നസലിനും മമിത ബൈജുവും റൊമാന്റിക് കോമഡി ചിത്രത്തിലെ പ്രധാന താരങ്ങളായി എത്തി. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണിത്. ബോക്സ് ഓഫീസ് കീഴടക്കിയ പ്രേമലു തിയേറ്ററുകളിൽ 100 കോടിയും കളക്ഷനും നേടി പ്രേമലുവിന്റെ ബോക്സ് ഓഫീസിലെ ജൈത്രയാത്ര തുടർന്നു. മാത്രമല്ല സിനിമ തെലുങ്ക്, തമിഴ് ഡബ് പതിപ്പുകളുടെ റിലീസുകൾക്ക് മികച്ച അഭിപ്രായം ലഭിച്ചു. ശേഷം പ്രേമലു 2 നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം 2000 കോടിയും കടന്ന ബോക്സ് ഓഫീസ് തകർത്തുവാരിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. കൊടൈക്കനാലിലേക്ക് യാത്ര പോയി അപകടം സംഭവിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളും അവരുടെ ഒറിജിനൽ ജീവിതകഥ തന്നെയാണ് ചിത്രം പറയുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. ചിദംബരമാണ് സിനിമ സംവിധാനം ചെയ്തത്. സൗബിൻ, ശ്രീനാഥ് ബാസി, ഗണപതി, ചന്തു തുടങ്ങി നീണ്ട നിരയാണ് മഞ്ഞുമൽ ബോയ്സിലെ താരങ്ങൾ. തമിഴിൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രം ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിറഞ്ഞു നിന്നു. ഇനി പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തെക്കുറിച്ചാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ഭ്രമയുഗം. മെഗാസ്റ്റാറിനൊപ്പം അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും പ്രധാന വേഷങ്ങൾ ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രമാണിത്. രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്തത്. സാങ്കേതിക വിദ്യകളുടെ ഈ സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ശരിക്കും പ്രേക്ഷകരെ അതിശയിപ്പിച്ചു. ലോക ചിത്രങ്ങളെയും പേടിപ്പിച്ച് കൊടുമൻ പോറ്റി നിറഞ്ഞാടി. മലയാളികൾക്കേറെ പരിചിതമായ ഒരു അതിജീവന കഥ ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുവെന്നത് ഒരു ചെറിയ കാര്യമല്ലായിരുന്നു. നോവലായ ആടുജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഈ സിനിമ ബ്ലസ്സി എന്ന ചലച്ചിത്രകാരന്റെയും പൃഥ്വിരാജ് എന്ന നടന്റെയും 10 വർഷത്തെ കഠിനാധ്വാനമാണ്. അതിനാൽ തന്നെ പൃഥ്വിരാജിന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയെന്ന് ആടുജീവിതത്തെ വിശേഷിപ്പിക്കുന്നത്. അതിഗംഭീര പ്രകടനവുമായി മുന്നോട്ടു പോയ ആടുജീവിതം മികച്ച കളക്ഷനാണ് നേടിയത്. മാത്രമല്ല സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരൻ ഇതിലെ അഭിനയ മികവിന് പുരസ്കാരം നേടി. ഇനി പറയുന്നത് മറ്റൊരു അതിവിശേഷമായ സിനിമയെക്കുറിച്ചാണ്. എടാ മോനെ, എന്താ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നീ വാക്കുകൾ എല്ലാവരും ഏറ്റെടുത്തു. അതെ, ഫഹദ് ഫാസിലിന്റെ വൺമാൻ ഷോയിലൂടെ തിയേറ്ററുകൾ നിറഞ്ഞാടിയ സിനിമയാണ് ആവേശം. തിയേറ്ററുകളിൽ ശരിക്കും ചിരിപ്പൂരമൊരുക്കിയ ആക്ഷൻ കോമഡി ചിത്രം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫഹദ് ഫാസിലിനെയാണ് ചിത്രത്തിൽ കാണാൻ സാധിച്ചത്. രംഗ എന്ന അധോലോക നായകനായാണ് ഫഹദ് എത്തുന്നത്. കോളേജ് പിള്ളേരും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രത്തിന് ആദ്യ ഷോയ്ക്ക് പിന്നാലെ മികച്ച പ്രതികരണം മറ്റു ഭാഷകളിൽ നിന്നും ലഭിച്ചു. വീടിനുള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ മനസ്സിലും സംഘർഷം അനുഭവിക്കുന്ന 2 സ്ത്രീകളുടെ കഥ പറയുന്ന ഉള്ളൊഴുക്കാണ് അടുത്ത ഹിറ്റായി 2024 വന്ന സിനിമ. തിയേറ്ററിൽ മികച്ച സ്വീകരണം നേടിയ ചിത്രം ആ സ്ത്രീകളുടെ ജീവിതകഥ ക്രിസ്റ്റോ ടോമി അത് വൈകാരികമായി പകർത്തിവെച്ചിട്ടുണ്ട്. ഊർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ആകെ 4 കോടിക്ക് മുകളിലാണ് നേടാൻ കഴിഞ്ഞത്. കൂടാതെ ഉള്ളൊഴുക്കിലെ അഭിനയ മികവിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഊർവശിക്ക് ലഭിച്ചിരുന്നു. തീർന്നില്ല, 10 വർഷം മുന്നേ ജനങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇറക്കിയാൽ അത് വിജയിക്കണമെന്നില്ല. അതിനു പ്രധാന കാരണം അവർ ചിന്തിക്കുന്നതിനപ്പുറം ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ അത് സ്വീകരിക്കുകയുള്ളൂ. ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം അതിനുദാഹരണമാണ്. പിന്നെ പറയേണ്ടത് ടൊവിനോ തോമസിന്റെ ARM ആണ്. ചിത്രം മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ്. പുതുമുഖങ്ങൾ കൊണ്ടാണ് സിനിമ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നായിരുന്നു നസ്രിയ ബേസിൽ ചിത്രം സൂക്ഷ്മദർശിനി. ഇവരുടെ വർക്കൗട്ട് കാണാൻ വന്നവർക്ക് സിനിമ എന്തായാലും ഇഷ്ടമായെന്ന് പറയാം. എന്തായാലും യഥാർത്ഥമായ സിനിമകളെ സമീപിച്ചാൽ കൃത്യമായ ഒരു റിസൾട്ട് ലഭിക്കുമെന്നതിന് ഉദാഹരണമാണ് 2024 പറയുന്നത്. സിനിമകൾക്ക് മാത്രമല്ല കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മികവിന് ഈ വർഷം വലിയ പ്രാധാന്യം നൽകിയിരുന്നു.
വ്യത്യസ്തമായ ഈ പരീക്ഷണങ്ങൾ പ്രേക്ഷകരെ ആകർഷിച്ചപ്പോൾ മലയാള സിനിമയുടെ ഭാവി സാധ്യതകൾക്കും ശക്തമായ അടിത്തറ വീണ്ടും ഉറപ്പിച്ചുവെന്നും പറയാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.